495 നമ്മൾ ഇത് കൊടുക്കുന്നത്. ഓൺലി 495. साड़ी का रेट बताऊं तो 350 रुपीज. സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് നമുക്ക്. അപ്പൊ എങ്ങനെയാ പോവേണ്ടത്? കേരളത്തിലെ രാജാക്കന്മാർ മൊത്തം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാരിയാണ് ഇത്. കേരളത്തിലോട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ്. ये भी कॉटन बेस पे मलाई क्रेप कॉटन पे ऐसा. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ സാധനം കൊണ്ടുപോയാൽ തിരിച്ചവർ റിട്ടേണിന്റെ കാര്യമേ പറയത്തുള്ളൂ. ഒന്നോ രണ്ടോ മിസ്റ്റേക്ക് നമുക്ക് വന്നെന്ന് പറഞ്ഞ് നമ്മളത് റീപ്ലേസ് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. यहाँ पे मंगलगिरी सिल्क साड़ी. മംഗൽഗിരി. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂറത്തിൽ വന്നിട്ട് സാരി, അത് മലയാളി ലുക്കിലോട്ട്. അപ്പൊ ഇതുപോലത്തെ മലയാളി കളക്ഷൻസ്, നമ്മുടെ കേരള കളക്ഷൻസ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് റിംഗ് റോഡ് അല്ലെങ്കിൽ സഹാറ ദർവാസ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇനി കുറച്ചുകൂടി ഈസി ആയിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ സൂറത്തിൽ ഒരു 15-20 വർഷമായിട്ട് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ താമസം ഉള്ള ഒരു വ്യക്തിനെ കൂടി പരിചയപ്പെടുത്താം. നമ്മുടെ സ്വന്തം പ്രിൻസ് ആയിട്ട് വരൂ. ഇവിടെ സൂറത്തിന് ഇങ്ങനെ ഒരു മുണ്ട് ഷർട്ട് ഇട്ട് ഇതുപോലെ സാരി കൊടുത്ത് ഹരം വേറെ ഒരു ഹരം തന്നെ ഒരു പേരാണ്. മലയാളികളുടെ ഒരു ഹരം തന്നെയാണ് അത്. അപ്പോൾ നമ്മള് ഇത് പിന്നെ എപ്പോഴാ വന്ന നാട്ടിൽ? ഞാൻ ഒരു 2 ദിവസമായി. പക്ഷെ ഞാനിപ്പോ ഈ മലയാളി സാരി പോലെ നമ്മുടെ നാട്ടിലത്തെ ഒരു ലുക്കില്ലേ, ഇത് സൂപ്പർ സാരിയാണ്. കേരളത്തിലോട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ്. ഇതിപ്പോ ഉടുത്തോണ്ട് വന്നപ്പോ തന്നെ എത്ര പേര് സത്യം ഞാൻ ഉടുത്തിട്ട് അവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഞങ്ങൾ രണ്ടാളും വെറുതൊന്നും നടന്നോളൂ. അപ്പോഴേക്കും ആൾക്കാരുടെ ഒരു നോട്ടം, അതെന്ന് വെച്ചാൽ ആ നോട്ടം നല്ല നോട്ടത്തിനുള്ള ഒരു നോട്ടമായിട്ടുണ്ട്. അല്ല, ചിലരൊരു പൊട്ട രീതിയിലുള്ള ഒരു നോട്ടമുണ്ട്. ആ ഒരു നോട്ടല്ല, ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അവർക്ക്. അപ്പൊ അതൊക്കെ വിട, ആ വിഷയമൊക്കെ വിട്. ഇനി ഈ സാരിയല്ല, ഇതുപോലത്തെ നല്ല നല്ല വെറൈറ്റി സാരീസ് ഒക്കെ കിട്ടണ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് വന്ന് പ്രിൻസ് ഏട്ടൻ കൊണ്ടുപോകാൻ പോണത്. എല്ലാവർക്കും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാതെ എവിടെ ആയിരിക്കും അത്. അതെ, ഇതിപ്പോ നമ്മുടെ സൂറത്തിലാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ജസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. നിങ്ങളെ കുറച്ചുകൂടി ഈസി ആയിട്ട് പറയേണ്ട ആള് പ്രിൻസ് ഏട്ടൻ തന്നെയാണ്. കറക്റ്റ് ആയിട്ട് ഒരു ലൊക്കേഷൻ സ്ഥലം കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ആ നമ്മുടെ സൂറത്ത് സഹാറ ദർവാജ എന്നിട്ട് RBL ബാങ്ക് ഉണ്ട്. RBL ബാങ്കിന്റെ ഓപ്പോസിറ്റ് വരണം. ഓപ്പോസിറ്റ് വന്നതിന് ശേഷം അവിടുന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ അവിടെ പത്മാവതി ടെക്സ്റ്റൈൽ മാർക്കറ്റ്, അത് കഴിഞ്ഞിട്ട് ഷേരാവാണി കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് പോവാം. കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഈ ബാലാജി സിൽക്ക് മിൽസ്. ശരിക്കും പറഞ്ഞാലേ ഇങ്ങോട്ട് നീങ്ങി നിന്നോ, അപ്പൊ നമുക്ക് അങ്ങനെ നടന്നു പോയിട്ട് കാണിച്ചു കൊടുക്കാം. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വരുന്നിട്ട് ആ ATM കാര്യങ്ങളൊക്കെ കാണുന്നു. ആ മരത്തിന്റെ ആ ഭാഗത്ത്, മരത്തിന്റെ അവിടെ നിന്ന് വന്നിട്ട് നേരെ പത്മാവതി ടെക്സ്റ്റൈൽ മാർക്കറ്റ്, അവിടുന്ന് മുമ്പോട്ട് വരുമ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇങ്ങനെ ഒന്ന് ഒരു തിരിഞ്ഞ ഇങ്ങനെ കുറച്ചങ്ങോട്ട് നടന്നു പോവാ. നടക്കുമ്പോൾ ഷേരാവാണി വരും. ഷേരാവാണിന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വരിക. ചൂടി നടക്കുമ്പോൾ നമുക്ക് ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റ് കാണാം അല്ലേ? ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റ്, അതാണ് ഈ ബിൽഡിംഗ് കേട്ടോ. ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിംഗിൽ എത്രാമത്തെ ഫ്ലോറിലേക്കാണ് നമുക്ക് കയറേണ്ടത്? നമുക്ക് മേളിൽ ഇത് 2ാമത്തെ ഫ്ലോർ ആണ്. 2ാമത്തെ ഫ്ലോറിൽ ശരിക്കും ഇങ്ങനെ തിരിയാണെങ്കിൽ കറക്റ്റ് ഫ്രണ്ട് ലുക്ക് കാണിക്കാം നമുക്ക്. ഫ്രണ്ട് ലുക്ക് കാണാം. ഓക്കെ, ഇപ്പുറത്തേക്ക് വരൂ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റിലേക്ക് അതിൽ 2nd ഫ്ലോറിൽ ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ഇവിടെയാണ് മെയിൻ എൻട്രൻസ് ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റ് കേട്ടോ. അപ്പൊ മെയിൻ എൻട്രൻസ് ഇതാ വരുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും എത്ര സെക്കൻഡ് ഫ്ലോറിലേക്കല്ലേ പോകേണ്ടത്? സെക്കൻഡ് ഫ്ലോറിലോട്ടാണ്. അപ്പൊ എങ്ങനെയാ പോവേണ്ടത്? ഇങ്ങനെ ഈ ലെജൻഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ എഴുതിയിരിക്കുന്ന അതിന്റെ അകത്തൂടെ ഇടവഴിയുണ്ട്. ഓക്കെ, അതിന്റെ അകത്തോടുള്ള ഇടവഴിയിലോട്ട് നമുക്ക് നടന്നു വരാം. അപ്പൊ ഇവിടെ ഒരു സ്റ്റെപ്പ് കാണും. ഈ സ്റ്റെപ്പ് കൂടെ കയറരുത്, ഈ സ്റ്റെപ്പിൽ കൂടെ കയറണ്ട. നേരെ അവിടെ ലിഫ്റ്റ് ഉണ്ട്, മുമ്പിൽ ലിഫ്റ്റ് ഉണ്ട് മുമ്പില്. ഓക്കെ, നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വഴി കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യം നമ്മൾ ഈ വഴി അഡ്രസ് ഒക്കെ പറഞ്ഞു കൊടുത്താലും പിന്നെ ആൾക്കാർ ചോദിക്കും എവിടെയാണ്, ഏത് ഫ്ലോറിലേക്കാ പോകേണ്ടത്, എങ്ങനെയാ പോകേണ്ടത്, ഡ്രോപ്പിന്റെ ഓപ്ഷൻ ഫെസിലിറ്റീസ് ഒക്കെ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, എന്നാലും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കാണിക്കണം കേട്ടോ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ ലിഫ്റ്റ്, പിന്നെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോയിൽ പറഞ്ഞത് അത് പാർക്കിംഗ് സൗകര്യം ഇതിന്റെ ബേസ്മെന്റിലുണ്ട്. വണ്ടിയായിട്ട് നിങ്ങൾ സ്വന്തം വണ്ടിയായിട്ട് വരാം. എവിടുന്ന്? കോഴിക്കോട്, കണ്ണൂർ, എവിടെ? കോട്ടയത്ത് അതൊന്ന് പറഞ്ഞ എങ്ങനെയാണ്? കോട്ടയത്ത് നിന്ന് സാധനം എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് സൂറത്തിൽ. അപ്പൊ ഡയറക്റ്റ് വണ്ടിയായിട്ട് വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്തു. ഞാൻ ചെന്നു, പാർക്ക് ചെയ്തിട്ട് പിന്നെ അകത്തോട്ട് അവർ വരുമായിരുന്നു. ഓക്കെ, അപ്പൊ ലിഫ്റ്റ് തുറന്ന് നമുക്കിനി 2nd ഫ്ലോറിലാണ് പോകേണ്ടത്. ഓക്കെ, വരൂ. സെക്കൻഡ് ഫ്ലോറിൽ ഒന്ന് കണ്ടേ, സെക്കൻഡിലേക്ക് അമർത്തി ഇനി സെക്കൻഡ് തുറക്കുമ്പോൾ നമുക്ക് കാണുന്നത് നിയമാവരി. നമ്മളിപ്പോ 2nd ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? നിയമാവരി സിൽക്ക് മിൽ. ഫോൺ നമ്പർ ഈ ഫോൺ നമ്പറിലാണോ അല്ലെങ്കിൽ ഇത്? എന്റെ ഫോൺ നമ്പർ വേറെയാണ്, കുഴപ്പമൊന്നുമില്ല. ഈ നമ്പറിൽ വിളിക്കാൻ എന്താ സംബന്ധിച്ചാൽ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ കിട്ടില്ല. മലയാളത്തിൽ സംസാരിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഈ ഫോൺ നമ്പർ കുഴപ്പമില്ല. അപ്പൊ മലയാളം ആണെങ്കിൽ വേറെ നമ്പർ ഉണ്ട്. ആ നമ്പർ അവരെനിക്ക് തന്നോളൂ.
ഓക്കെ. പിന്നെ ഷോപ്പിന്റെ നമ്പർ വരുന്നത് 100607 ആണ് കേട്ടോ. അതെ. അപ്പൊ ഇനി ഇതിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ 2 ഫ്ലോർ ആയിട്ട് വരുന്നത്. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറിയിട്ട് നമുക്ക് വെറൈറ്റീസ് നോക്കാം. ഇവിടെ സാരീസും കുർത്തീസും മാത്രമേ ഉള്ളൂ. റെഡിമെയ്ഡ് ബ്ലൗസ് പാവാടി അല്ല, സാരീസ്, കുർത്തീസ്, 3 പീസിന്റെ മെറ്റീരിയൽ ഉണ്ട്. അതൊക്കെ നമുക്ക് അകത്ത് ചെന്ന് പറയാം. എന്തായാലും ഞങ്ങളൊന്ന് കയറ്റിക്കാൻ വരും. വാ പോവാം നമുക്ക് കളക്ഷൻസ് ഒക്കെ കാണാനായിട്ട്. സഞ്ജയ് ഭായ് हाय. पहले तो जब पहली बार आया था तभी नमस्ते ये सब, घर के तो हाय हेलो ऐसा होता है. कैसे सब बढ़िया चल रहा है. चलो हमको कलेक्शंस दिखाना था. ये साड़ी സഞ്ജയ് ഭായി ആണ് കൊണ്ടുവന്നത് നമ്മുടെ. ഇത് എവിടുന്ന് കൊണ്ടുവന്ന എന്താന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും ഇത് കൊടുത്തിട്ട് എങ്ങനെയുണ്ട്, ഫീലിംഗ് എങ്ങനെയുണ്ട്? ഇത് അടിപൊളിയാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ है. मैं क्या बोल रही हूँ, ये साड़ी के बारे में कुछ बताइए ना. हाँ, सॉफ्ट साड़ी है, कॉटन साड़ी है एकदम. बहुत शानदार. इसके ऊपर में आरी वर्क किया हुआ है. अभी बहुत ट्रेंड में चल रही है मैडम. और हमने इसका कम से कम भी 1 लाख साड़ी बेच चुके हम लोग. मतलब जिस पार्सल में देखो उस पार्सल के अंदर में ये साड़ी जा रहा है. मतलब खूब साड़ी हम लोगों ने ये सेल किया है. बहुत ट्रेंडिंग साड़ी है. इस तरह का बहुत सारा क्रिएशन हमारे पास में है जो अलग अलग आपको मिलता रहेगा नया करके. बहुत शानदार क्रिएशन है. और आने वाले टाइम के अंदर में सब न्यू कलेक्शन एकदम एंड तैयारी है, सब चालू है मैडम. ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തേ. ഇപ്പൊ പറഞ്ഞതെന്ന് പറഞ്ഞാല് ഇനി സഞ്ജയ് ഭായി ഫുൾ തയ്യാറിയാണ് ഇതുവരെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫെസ്റ്റിവൽ സീസണിന് വേണ്ടിയിട്ട് സഞ്ജയ് ഭായി ആണ്. അതൊക്കെ സമ്മതിച്ചു, ഒക്കെ സമ്മതിച്ചു. എനിക്ക് സാരിയുടെ റേറ്റ് അറിയണം. रेट रेट बता दो प्लीज. रेट सब चालू है मैडम. रेट बता दो एक बार. इस साड़ी का रेट ये हम 495 में बेच रहे हैं. 495 ആണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഓൺലി 495. മെറ്റീരിയൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കാം. മെറ്റീരിയൽ ക്വാളിറ്റി നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കാം. ഇത് ഫുൾ പ്രിന്റഡില് സ്പെഷ്യൽ സാരിയാണ്. നല്ല സ്പെഷ്യൽ സാരി. ഏത് ആർക്ക് വേണമെങ്കിലും ഉടുക്കുകയും ചെയ്യാം. അതെ. ഇപ്പൊ എന്താ പറയുക, ഞാൻ ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 1 lakh പ്ലസ് സാരീസ് ഇവിടെ സെയിലായി പോയിട്ടുണ്ട്. 1 ലക്ഷം സാരിയുടെ മേളിൽ ഇത് പോയിട്ടുണ്ട്. ഇനി ശരിക്കും മുതലാളിയോടെ താങ്ക് യു. ശരിക്കും മുതലാളിയാണ്. ശരിക്കും മുതലാളിയുണ്ട്. ഇത് നമ്മുടെ ഓരോ സ്റ്റാഫാണ്. ഇത് ഇപ്പം വന്നത്. ഇത് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ രാജസ്ഥാനിലേക്ക് സ്പെഷ്യൽ സാരി ആൾക്കാരില്ലയോ, രാജസ്ഥാൻ ലാംഗ്വേജ് സംസാരിക്കാൻ. ഇത് രാജസ്ഥാനിലെ സ്പെഷ്യൽ. एक बार खड़ा तो कमला. രാജസ്ഥാൻ അതേ രീതിയിലാണ്. ടോട്ടൽ രാജസ്ഥാൻ പർദേശി അത് ഡയറക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇതും രാജസ്ഥാനിലാണ്. ഓക്കെ, ഇത് നമ്മുടെ രാജസ്ഥാൻ ഇതും രാജസ്ഥാനിലാണ്. പക്ഷെ മറ്റാള് തെലുഗു എങ്ങോട്ട് പറയുന്നുണ്ട്, സംസാരിക്കണേ. തെലുഗു भी बोलता है, तेलुगु भी बोलता है, तमिल भी बोलता है, मलयालम भी बोलते हो. तेलुगु में तो बोलिए ना कुछ. हाय हेलो भावनारा मतलब कैसे हो आप? कैसे हो? अच्छा, भावनारा. अपन നമ്മളൊരു വാക്ക് പഠിച്ചില്ലേ. ये कौन सा था? तेलुगु था क्या? तेलुगु लैंग्वेज. और राजस्थान में थमा गणेशा कैसे हो? और तमिल कुछ बोल रहे थे? नहीं, ये नहीं. दो लैंग्वेज में. आप कौन सा लैंग्वेज? मारवाड़ी नहीं चाहिए मेरे को. मुझे पता है. और शर्की मुदलाली मैं कह रहा है. ओके, ഇത് നമ്മുടെ यूपी स्टाफ ആണ്. यूपी स्टाफ, बिहार स्टाफ. ओके, अब എല്ലാ लैंग्वेज. और आप कौन से लैंग्वेज के स्टाफ हो? मैं इन सबको मैनेज कर रहा हूँ. ऐसे पकड़ो चलेगा. और कैसा चल रहा है? मैं बढ़िया, आप कैसे हो? सब बढ़िया, वेलकम. ओके, तो हमको नया कलेक्शन दिखा. अभी जैसे कि मैंने पहना वैसा मलयाली टेस्ट का चाहिए. सबसे ज्यादा वही मिलेगा इधर आपको. हाँ. ऑल ओवर इंडिया के स्टाफ है, बट सबसे ज्यादा टेस्ट केरला का मिलेगा. और अभी तो बहुत सारा नया कलेक्शन है. कॉटन, सिल्क, बॉक्स आइटम्स, डोला, सब कुछ अवेलेबल है. चले कलेक्शन. हाँ, चलो देर मत करो. ഭയങ്കര ബിസിയാണല്ലോ. ഞാൻ എന്നെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ നിങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ആയാ. ഇവിടെ ഒരു ക്രമീകരണവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. മൈക്ക ആളുടെ കയ്യിലുള്ളത്. പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു തുടക്കത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഞങ്ങൾ കൂടെ ഒന്ന് ആലോചിക്കരുത് എങ്ങനെയാണ് എന്തൊക്കെയാണ് കാണിക്കേണ്ടത്. നമുക്ക് നമ്മുടെ കേരള ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ഇത് നമുക്ക് ആദ്യം കാണാം. നമുക്ക് ഈ ഉടുത്ത സാരി തന്നെ നമുക്ക് തുടങ്ങാം. ഓ, അങ്ങനെ മാങ് ഭായ്, ഇതിന് എന്താണ് ഇതിനെ स्पेशल कलेक्शन. ഇതിനെ പറ്റി एक बार बता दो, आप बता दो. ഇതൊരു ഹരായി മാറിട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഹരായി മാറി. इसमें कलर वाइज भी मिल जाता है. सिंगल कलर में भी किसी को ऑनलाइन बुटीक स्टोर पे ई-कॉमर्स पे करना है तो एक कलर में भी मल्टीपल पीस मिल जाता है. और सिंगल कलर में भी आपको जितना पीस कलर मैचिंग में ഇതിപ്പോ ഈ സിംഗിൾ കളറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോകുന്ന ഈ സിംഗിൾ കളറിലാണ്. അതുപോലെ തന്നെ ഇത് മൾട്ടിപ്പിൾ കളറിൽ വേണമെങ്കിലും കിട്ടും. മൾട്ടിപ്പിൾ കളറിൽ सेट वाइज आपको मिल जाएगा. उसमें 8 കളറാണ് ഇതിനകത്തുള്ളത്. वेरे डिजाइन भी मिल जाता है इसमें. 8 കളർ മൊത്തം എടുക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. 8 കളർ മൊത്തം എടുക്കുന്ന 4എങ്കിലും കുറഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് തരാം. ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിൽ പെട്ടത് തന്നെയാണ് കേട്ടോ. ഇത് കസവ് ഇല്ലാത്തത്.
വേറെ ഡിസൈൻ ഇത് വേറെ ഡിസൈൻ ആണ്, അതിന് തന്നെ വേറെ ഡിസൈൻ ആണ് ഈ Sunflower, വരുന്നത്. plain ഇത് സൺഫ്ലവറിലാണ് ഈ വരുന്നത്. പക്ഷെ മെറ്റീരിയൽ സെയിം मटेरियल सेम लिलन आएगा, उसमें वैरायटी प्राइस रेंज कॉम्बिनेशन बहुत सारा बहुत कुछ मिल जाता है। इधर वेरे डिजाइन ഇത് വേറെ ഡിസൈൻ ആണ്, ഇത് പിച്ച്വായ് ഡിസൈന്. पिचवाई फ्लावर लोटस सब। अब मतलब लिनन में कितना वैरायटीज मिलेगा हम लोग को? लिलन जैसे हमारे पास 185 रुपीज से स्टार्टिंग है, 185 से लेके 500 600 तक। ऐसा वर्क स्पेशल कलेक्शन देखिए, कांता ഇത് वर्क ഇത് कलेक्शन। കാന്താ വർക്ക് എന്ന് പറയും. സഞ്ജയ് ഭായിയുടെ സ്പെഷ്യലാണ്, സഞ്ജയ് ഭായ് സ്പെഷ്യലാണ് ഇത് കാന്താ വർക്ക്. ഓക്കെ, ഇതൊരു എന്താ പറയുക റെഡ് ടച്ചിൽ വരുന്നതാണ്, പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഒരു ഡിഫറെന്റ് കളറാണ് തന്നെ. അപ്പൊ കളർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബേസ് വരുമ്പോൾ വൈറ്റ് ആണ്, അതിൽ അടിപൊളി ഒരു कॉम्बिनेशन होकर मतलब ये कौन सा भी ओकेशन में नहीं किसी को भी पहन सकते हैं। 365 डेज इसको पहन सकते हैं, रेगुलर डेली वेयर। मतलब आपके शॉप पे इसको कभी भी रखो, कभी हर टाइम पे सेलिंग होता है। കളർ നമ്മൾ ചോദിച്ചായിരുന്നല്ലോ നേരത്തെ, കളർ ചോദിച്ചായിരുന്നല്ലോ. അതിന്റെ കളറുകളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അപ്പൊ ഇതിപ്പോ നമ്മൾ ഈ ഒരു ഇതിന്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റേറ്റ് തന്നെയാണോ ഇതിന് അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്? നമ്മളിപ്പോ ഈ റേറ്റ് കൂടെ കൂടെ ചോദിക്കുന്നുണ്ട്. റേറ്റ് एक काम करो, मतलब मैं क्या बोल रही है, आसपास का रेट बता दो ना। स्टार्टिंग देखिए, जैसे इस साड़ी का रेट बताऊं तो 380 रुपीज ओनली। ഒന്നും പറയാനില്ല. ഓക്കെ, 350 ആയിരുന്നു. പക്ഷെ ഇതിനകത്ത് കട്ട് വർക്ക് ഉണ്ടോ? हाँ, ഇല്ല, അതിന് ഈ പിച്ചുവായി വർക്ക് കുറച്ച് കുറവാണ്, പിന്നെ അതിന്റെ ഡിസൈൻസ് കുറച്ച് കുറവാണ്. അപ്പൊ അതിന്റേതായിട്ട് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഈ ഉടുത്തിരിക്കുന്ന 495 ആണ്, പക്ഷെ അതിനകത്ത് ഇച്ചിരി വർക്ക് കുറവുണ്ടായിട്ടാണ് അതിന്റെ റേറ്റ് കുറഞ്ഞത്. फैब्रिक क्वालिटी ഫാബ്രിക് ക്വാളിറ്റി എല്ലാം കൂടെ നമ്മൾ GSM നോക്കണം, എല്ലാം കൂടെ നോക്കിയിട്ടാണ് ഇതിന്റെ ക്വാളിറ്റി. मतलब नेमावरी में आओगे तो वैरायटी नॉलेज प्रोडक्ट के बारे में पूरा डिटेल्स आओगे ऐसा तो बोल रहे, पर नेमारी में मिलता क्या है? साड़ी, ड्रेस, कुर्ती, ब्लाउज पीस, पेटीकोट, लेगिंग्स, लेडीज आइटम सब मिल जाएगा। ഞാൻ ഉള്ളിലത്തെ എന്റെ സാധനം മാത്രം ഇട്ടിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നേമാരി, പാവാട ബ്ലൗസ് സാരി ഒക്കെ എല്ലാം നേമാരി. പച്ച മലയാളത്തിൽ പിന്നെ ഇതിനപ്പുറം ഒന്നും പറയാനില്ല. ये देखो, ये केरला स्पेशल कलेक्शन ഇത് लिलन। കേരളത്തിലെ രാജാക്കന്മാർ മൊത്തം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാരിയാണ് ഇത്. ആർക്കെങ്കിലും വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കാം. ഓക്കെ, അതെ, എന്താ പറയാ, സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പൊ തന്നെ ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ വിളിച്ചു ചോദിക്കാം. അപ്പൊ മലയാളത്തിലെ ആൾക്കാർ സംസാരിക്കാനുണ്ട്. ഓക്കെ, ഇതാണ്. ये ब्लाउज पीस പിന്നെ आएगा। ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, ഞാൻ ഇവിടുത്തെ ആണോ എന്ന്. ഞാൻ ഇവിടുത്തെ തന്നെ. നിങ്ങൾ എപ്പം വിളിച്ചാലും ഈ നമ്പറിൽ വിളിച്ചാൽ എന്നെ തന്നെ കിട്ടൂ, വേറെ ആരെയും കിട്ടത്തില്ല. അതെ, മലയാളി എന്ന് പറയുമ്പോ അപ്പൊ തന്നെ ഇവിടെ. ഇനി മലയാളി അല്ലാത്ത एक मिनट इधर आओ, ये जो बैठे वो ഇനി മലയാളികൾ അല്ലാത്ത ആരെങ്കിലും കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കാം. ഇത് സുജാത. एक बार ठीक है, ഇത് സുജാതക്ക് ഭയങ്കര പവർ ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഏത് ഭാഷ? ഏത് ഭാഷ? തെലുങ്കാന. तेलुगु തെലുങ്കു. അപ്പോ അത് എവിടുന്നായിരുന്നു? റീന कहाँ से तुम? ये तो बता दो. രാജസ്ഥാൻ. ഇത് സോണി പാസ്വാൻ എന്ന് വേണമെങ്കിൽ പറയണം, അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റും. ഓക്കെ, സോണി लैंग्वेज कौन सा? यूपी बिहार भोजपुरी लैंग्वेज। भोजपुरी लैंग्वेज. भोजपुरी एक बार भोजपुरी में सुना दे कुछ भोजपुरी। प्रणाम बस। ये तो मैं भी बोल सकती हूँ। प्रणाम। कैसन बा? कैसन बा? हाँ, कैसन बा? ओके. पहला क्या सिखाया था? वो क्या बोला? भावनारायण. क्या ഇവരുടെ ഭാഷയൊക്കെ ഇവിടെ ഫുൾ സ്റ്റേറ്റ് का यहाँ पे मिल जाएगा लैंग्वेज है ना? ടോട്ടൽ ഓൾ ഓവർ ഇന്ത്യ ഇവിടെ കിട്ടും. അത് നമ്മൾ നേരത്തെ സംസാരിച്ചൊരു വിഷയമാണ്. ടോട്ടൽ ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിലുള്ള നിയമവാരിയിലുണ്ട്. ലാംഗ്വേജ് അതുപോലെ തന്നെ എല്ലാം രീതിയിലുള്ള സാരീസും ഇവിടെ അവൈലബിൾ ആണ്. मतलब हर एक स्टेट का भी मिल जाएगा साड़ी. हर एक स्टेट का कलेक्शन मिल जाएगा, हर एक ट्रेंडिंग। प्रिंस भाई, ഒരു സാരി एक सारी प्रिंस भाई का फेवरेट लेनिन कॉटन साड़ीज रहता है ये सबसे, प्रिंस भाई का ही नहीं, हम सबका केरला का ही फेमस है. फेवरेट। इसके लिए तो वो यहाँ पे वही टेस्ट मिलेगा जो वहाँ पे चल रहा है, जो डिमांड में कस्टमर उधर क्या प्रेफर कर रहा है वैसा ही कलेक्शन यहाँ पे എന്താണ് കസ്റ്റമർ അവിടെ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ നിയമവാരി നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് ഇനിയിപ്പോ ഓർഡർ ചെയ്യണ എത്ര രൂപയ്ക്ക് മേടിക്കണം അങ്ങനെ मतलब അങ്ങനെ മിനിമം നമ്മളൊരു 15,000 രൂപയാണ് മിനിമം പർച്ചേസ്. 15,000 രൂപയാണ്. എന്നാലും ചിലവർ വിളിച്ച് 10,000 ദേതെങ്കിക്കാ കൊടുക്കും, നമ്മൾ കൊടുക്കും, ഒരു കുഴപ്പമില്ല. 15,000 എന്ന് പറയുന്നത് 10,000 തന്നെയല്ലേ? 15,000 എൻജിസുമാറാക്കാതെ ഞാൻ മലയാളിക്കാരിയല്ല, ഞാൻ ടോട്ടൽ ഹിന്ദിക്കാരിയാണ്. ഇപ്പൊ സൂറത്തിലാണ് നിൽക്കുന്നത്. എൻജിസുമാറിന്റെ 15,000 അത് പറയരുത്. ആ 10,000 എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും 15,000 ആണ് ശരിക്കും പറയുന്നത്, പക്ഷെ 10,000 ആയാലും ഓക്കെ. അപ്പൊ നമുക്ക് എടുക്കാം. है कि नहीं? दे देंगे ना? दे देंगे, प्रिंस भाई बोला तो फिर दे देंगे. दे देंगे। ये कौन सा साड़ी है? ये एकदम प्योर कॉटन बेस पे रहने वाला है। ओरिजिनल खादी कॉटन जो बोलते हैं ना, बुटीक टेस्ट, ഖാദി एलिगेंस एकदम। ടീച്ചേഴ്സ് ഓഫീസ് ഗോയിങ് हाँ, അങ്ങനത്തെ office ആൾക്കാർക്ക് പറ്റിയിട്ട് ഞാൻ വന്നപ്പോ തന്നെ എന്റെ കണ്ണ് നോട്ടം വെച്ചത് അതിലേക്കാണ് കേട്ടോ. സൂപ്പർ, एकदम सॉफ्ट, एकदम अड्डी बोली फैब्रिक है। അടിപൊളി ഫാബ്രിക് തന്നെയല്ലേ. ഇതിന് ബ്ലൗസോ കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? इधर साड़ी,
ये ഇതൊക്കെ blouse നിങ്ങളുടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഓരോന്നോരോന്ന് കാണിക്കൂലേ ഇവിടെ എല്ലാരും എല്ലാം ഇത് എപ്പം വേണമെങ്കിലും ഇപ്പൊ സാരി തുറന്നു കാണിക്കാൻ പറഞ്ഞപ്പോ നമ്മൾ കാണിച്ചില്ലേ പറ്റും. ഇനി ഉടുത്ത് കാണിക്കാൻ പറയായിരിക്കും ഉടുത്ത് അത് പറയരുത്, അത് പറയരുത്, ഉടുത്ത് കാണിക്കാൻ വേണ്ടി പറയരുത്. അല്ല, ഉടുത്ത് കാണിക്കാൻ വല്ലപ്പോഴും ഇങ്ങനെ നമ്മൾ ഉടുത്ത് ഇപ്പൊ ഇതിനിപ്പോ ഇന്ന് തൊട്ട് പേര് ഷെൽമി കോട്ടാഡോറിയ. കുച്ച് ബി നാം രഖ് ദേത്തെ ഹൈ. ഓക്കേ, ഈ സാരി അടിപൊളിയാണ് ട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലിപ്പോ കളേഴ്സ് നമുക്ക് खादी कलर कॉमन रहेगा, बॉर्डर एंड बूटी कलर्स ഇത് വേറെ 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 വരും. സെയിം ഡിസൈൻ അല്ല, സെയിം ഇത് ഫാബ്രിക്കും ഈ കളറും ഇത് തന്നെ ആയിരിക്കും. ഖാദി കളർ എന്ന് പറഞ്ഞ ഇതാണ്. मतलब इसमें 6 कलर्स आने वाला है. हाँ, 6 कलर्स 6 पूरा colours. लेना जरूरी है. हाँ, सेट वाइज रहता है, Set जैसे wise कि आना, set wise सेलिंग है, पर्पस അതുകൊണ്ടാണ്. में क्या, क्योंकि सेलिंग में कलर कंपलसरी होता है, दिखाने के लिए वो भी कलर पूछना पड़ता है चाहिए क्योंकि ये जो पहली बार देख रहे हैं वो लोग के लिए और बिजनेस जो स्टार्ट कर रहे हैं उनके लिए कुछ बोलना चाहेंगे, जैसे कि तो ट्रेनिंग तो मेन चीज है कि लेडीज जैसे का एक मेन चीज उनका क्या होता है, जैसे आपके पास रेड कलर है, उन्हें रेड चाहिए, बट फिर भी उनको सारे कलर ऑप्शन देखना जरूरी होता है इन सेलिंग पर्पस. तो जो भी वेराइटी लेते हो सब पूरा कलर मैचिंग के साथ लो, ताकि दिखाने में और सेलिंग करने में आपको मजा आएगा. എന്തായാലും ഒരു കാര്യം കൂടെ. ഇത് നമ്മള് ഒരുപാട് പേര് ഇപ്പം വീഡിയോ കോൾ ചെയ്യും. വീഡിയോ കോൾ ചെയ്തിട്ട് മേരെ को अच्छा नहीं लगा ये, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഓ ഹടാത്തോ, ഈ അച്ഛാ ഈ അല്ലല്ലോ. അതായത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതിന് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഇപ്പൊ എന്റെ വീട്ടിൽ ഞങ്ങൾ 3 പേരുണ്ട്. ഞാനുണ്ട്, എന്റെ വൈഫുണ്ട്, എന്റെ കുഞ്ഞുണ്ട്. എന്റെ കുഞ്ഞിന് ഇഷ്ടമെന്ന് പറയുന്നത് മഞ്ചൂരിയനാണ്. മഞ്ചൂരിയൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന പുട്ടും കടലയും. എന്റെ വൈഫിന് ഇഷ്ടപ്പെടുന്നത് ഇത് രണ്ടും ഇഷ്ടമല്ല, ചപ്പാത്തിയും എന്തെങ്കിലും ഒരു കറിയും. സിമ്പിളാണ് അവള്. അപ്പോൾ ഈ 3 പേർക്കും 3 ടേസ്റ്റാണ്. അപ്പോൾ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. മായങ്ബായുടെ വീട്ടിൽ മായങ്ബായുടെ അച്ഛനുണ്ട്, അനിൽബായി ഉണ്ട്, മായങ്ബായി ഉണ്ട്, പിന്നെ മായങ്ബായുടെ പെങ്ങളുണ്ട്, മായങ്ബായുടെ അമ്മയുണ്ട്. ഇവർക്ക് 4 പേർക്ക് 4 ടേസ്റ്റ് ആയിരിക്കും. മായങ്ബായുടെ ടേസ്റ്റ് അതെന്ന് പറയുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ സാധനം കൊണ്ടുപോയാൽ തിരിച്ചവർ റിട്ടേണിൻ്റെ കാര്യമേ പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഏരിയയിലുള്ള എങ്ങനെ വിൽക്കാൻ പറ്റുന്ന വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ കളക്ഷൻ ഏരിയ നമ്മുടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഏരിയ മനസ്സിലാക്കണം. നമ്മുടെ ഏരിയ മനസ്സിലാക്കിയിട്ട് അവരുടെ ടേസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ ബിസിനസിന്റെ ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത്. അല്ല നമ്മൾ കണ്ടിട്ട് ठीक है ये अच्छा लगा मेरे को, ये अच्छा लगा, ठीक है वो सही है. അന്നത്തെ വീഡിയോ കോൾ കണ്ടിട്ടെങ്കിലും नहीं, कभी कभी वो लेने के लिए नहीं, कभी प्रिंस भाई को थोड़ा मस्का मार के टाइम पास के लिए भी बुलाते हैं ना, वैसा थोड़ा देर बात करने के लिए यही तो अच्छा ऐसे भी बुलाते तो हैं. क्लियर बोल देना, वो बात कर लेंगे, कोई टेंशन नहीं है उसके लिए. हाँ, आफ्टर 10 o'clock भाभी जी देख नहीं रहे हो तो अच्छा है. चलो बाकी का देखते हैं कहाँ से. उनके लिए एक साड़ी ले जाना मेरी तरफ से. ये देखो अजरक पे डोला सिल्क का फैब्रिक है, ये रिको जरी का साड़ी रहने वाला, और अजरक प्रिंट का ब्लाउज और साथ में पल्लू आने वाला है इसमें. വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാ विद വരുന്നത് ब्लाउज, ഇത് साड़ी സാരി और साथ സൂപ്പർ में ये- കളർ അടിപൊളിയാട്ടോ. हाँ, ये इसमें ये इसका ब्लाउज पीस है. हाँ, जैसे कि मोडल मोडाल सिल्क का, ये डोला सिल्क पे ये इसका है, और ये चीकू प्लस रेड का कॉम्बिनेशन है. इसमें आपको व्हाइट बेस पे चाहिए तो ऐसा सेट वाइज भी आ जाएगा. ओके. इसमें 6 कलर्स के सेट आएगा. व्हाइट के साथ ग्रीन है, व्हाइट के साथ पिंक, तो पल्लू और जो ब्लाउज का कलर है वो भी चेंज होता मतलब रहेगा. ബേസ് एक വൈറ്റ് बेस ये ऐसा बेस व्हाइट रहता है. ഇപ്പൊ നല്ല അടിപൊളിയാണ്. നമ്മുടെ എന്താ പറയാ നാട്ടിൽ കുറച്ചുകൂടി മൂവിങ് കൂടുതലാണ്. പിന്നെ കുറെ പേർക്ക് സംശയം ഉണ്ട്, ഇങ്ങനെ തിരിഞ്ഞാൽ നമ്മൾ കാണിക്കുന്നത് തന്നെയാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മള് अभी ये दिखा रहे हैं, हम जो दिखा रहे हैं वही बेच रहे हैं क्या? ऐसे कुछ वही हमको मिलेगा, बेचने का सवाल है, वही हमको मिलेगा कि नहीं? 100%. इधर देखिए आप डायरेक्ट एक तो वीडियो कॉल पे सिलेक्ट कर सकते हैं, अगर विजिट नहीं कर सकते तो, और 2 बार वीडियो कॉल करो. सिलेक्शन के बाद जब पेमेंट हो जाएगा, डिस्पैचिंग के टाइम पे 1 नंबर 2 नंबर 3 नंबर जो बंडल्स जा रहा है, एक फिर से वीडियो कॉल आपको तब भी कोई डाउट है तो तब भी चेंज हो जाता है. ഓക്കെ, അത് മലയാളത്തിലൊന്നും പറഞ്ഞു. നമ്മളിപ്പോ എങ്ങനെ ഞാൻ എന്റെ ഒന്ന് വിശദമായിട്ട് एक बार डिटेल में बता ഇപ്പൊ ഒരു വീഡിയോ കോൾ ചെയ്തു, കണ്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. അതിനുശേഷം एक बार इधर कैमरा है तो मैं दिखाता हूं. അതിനുശേഷം ഓരോരുത്തരെയും സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ നിറച്ചു വെക്കും. ഇങ്ങനെ നിറച്ചു വെച്ചതിന് ശേഷം ഈ സാധനം അല്ലായിരിക്കും, നമ്മൾ ജസ്റ്റ് ചെക്കിങ്ങും കാര്യങ്ങളും ഫ്രഷ് സാധനം വേറെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. മനസ്സിലാവുന്നു? ഇതിപ്പോ കൊണ്ടുവന്ന പത്തനംതിട്ട എന്ന് പറഞ്ഞ കക്ഷിയുടെ, പത്തനംതിട്ടയിൽ നിന്ന് കൊച്ചുമോൻ എന്ന് പറഞ്ഞ കക്ഷിയുടെ A to Z, ഞാൻ കറക്റ്റ് പേര് പറയുന്നില്ല. അപ്പൊ ആ സാധനം പുള്ളി അത് വീഡിയോ കോളിലൂടെ കണ്ടു, നമ്മൾ ഇതിനകത്ത് എടുത്ത് വെച്ചതിന് ശേഷം നമ്മളത് മേളിൽ ചെക്കിങ്ങിന് അയക്കുന്നു. ചെക്കിങ്ങിന് അയച്ചതിന് ശേഷം നമ്മൾ ചെക്കിങ് അവിടെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്കിങ്ങിന് അയച്ചതിന് ശേഷം അവർ അത് നേരെ അത് റെഡിയാക്കി എല്ലാം പാഴ്സലാക്കി വെച്ചതിന് ശേഷമാണ് ഈ പാഴ്സൽ രൂപത്തിൽ കേരളത്തിലോട്ട് പോകുന്നത്. ഇപ്പൊ പാഴ്സലേക്ക് ഇത് शाम को. ഓക്കെ. അപ്പൊ ആ പാഴ്സല് നമ്മൾ ഇങ്ങനെയാണ് കേരളത്തിലോട്ട് വിടുന്നത്. ഓക്കെ. അപ്പൊ ഇനി അടുത്ത सिल्क पट्टू सारीज, मल कॉटन सारीज, इधर मलमल कॉटन कलेक्शन, മൽമൽ കോട്ടന്റെ विद डिजिटल प्रिंट आएगा इस पे.
प्योर एंड पल्लू पे ऐसा फैंसी कुंजलम आएगा സോഫ്റ്റ് ആണ്, സോഫ്റ്റ്നെസ്സും പിന്നെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായി അടിപൊളിയായിട്ടുണ്ട്. और ये कैटलॉग आइटम है, तो इसमें जैसे 8 कलर्स में 8 डिफरेंट डिजाइन मिल जाएगा, वेरे डिजाइन. നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇത്. कैटलॉग आइटम्स का बेनिफिट रहता है कि इसको आप अलग प्राइस में सेल कर सकते हो, उसको अलग प्राइस में, कैटलॉग तो सब अलग अलग आता अलग अलग डिजाइन आता है. फैब्रिक सेम आएगा, സെയിം ആയേगा. फैब्रिक सेम आएगा. कैटलॉग आइटम എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. ഓക്കെ ये देखिए कसव वर्क, पूरा थ्रेड वर्क जो बोलते हैं, थ्रेड वर्क आता है इस टाइप से पूरा. हाँ, लेनिन डिजिटल. देखिए कॉटन और जो लिलन फैब्रिक होता है, मल कॉटन, ये सब फैब्रिक्स ज्यादा चलते हैं. तो इधर से देखिए डेली यहाँ पे प्रिंस भाई पार्सल डिस्पैच करते हो. तो न्यू स्टार्ट करते हो, इन्फॉर्मेशन चाहिए, कैसा कलेक्शन रखना चाहिए, आप बेझिझक खाली कांटेक्ट करो, क्योंकि इंक्वायरी का कोई चार्ज नहीं, फ्री ऑफ कॉस्ट इंक्वायरी. നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും എന്നെ വിളിക്കാം. വിളിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അതിന്റെ ബിസിനസിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കും, നമ്മുടെ എക്സ്പീരിയൻസ്. പിന്നെ ഈ സൂറത്തിൽ വരുമ്പോ ഈ എങ്ങനെ ഹോട്ടൽ സ്റ്റേ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂറത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഹോട്ടൽ സ്റ്റേയോ കാര്യങ്ങളോ എന്തോ വേണമെങ്കിലും എന്നെ വിളിക്കുക. പിന്നെ വരുന്നവർ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ അത് ഓർമ്മ വെക്കണം. കാരണം ഈ ആധാർ കാർഡിൻ്റെ കൂടെ, അതായത് വൈഫിൻ്റെ ആധാർ കാർഡിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ പേര് വേണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വെഡിങ് റിലേറ്റീവ് എന്തെങ്കിലും അതല്ല വെഡിങ് സർട്ടിഫിക്കറ്റ്, ഹസ്ബൻഡ് വൈഫ് ആണെന്നുള്ള ഒരു തെളിവ് തെളിവ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ വേണം. ഓക്കെ, അങ്ങനെ വരുന്നവർ പ്രത്യേകം അത് അവർ ഓർമ്മിച്ചിരിക്കണം. ആ ഒരു കാര്യം ഒരു തവണ മാത്രം മതി. പിന്നെ നിങ്ങൾ സ്ഥിരം വരുമ്പോൾ പിന്നെ അതിന്റെ പ്രശ്നമില്ല. പിന്നെ അവിടെ ഓൾറെഡി ഡാറ്റാസ് കയറിയിട്ടുണ്ടാവും. പിന്നെ ഒരു ഒറ്റ പ്രാവശ്യം വരുമ്പോഴേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ. ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ बिल्कुल. ऐसा कलेक्शन तो बहुत है, वर्क, प्रिंट, डाइड, सिल्क में, डिजिटल में, मतलब कलेक्शन यहाँ पे कम नहीं पड़ेगा, उसकी कोई गारंटी. बटरफ्लाई कटवर्क बॉर्डर है, ये देखिए. इसमें लाइट, डार्क, डस्टी 3 कलर चार्ट ऑप्शंस मिल जाता है. 6 कलर्स का ये सेट रहता है. और मेन चीज बता दो, वर्क साड़ी का एक टिप देता हूँ मैं, कि आप पूरा रिटेल काउंट, आप सिर्फ ऊपर से कभी साड़ी मत देखो, उसका ब्लाउज हमेशा चेक करो. आप पूरा साड़ी लेडीज को पसंद कराएंगे और ब्लाउज अगर डिफरेंट मटेरियल होता है, मोनो, बेंगलोरी, तो पूरा आपका मेहनत वेस्ट. तो हमेशा वर्क साड़ीज में प्लीज चेक द ब्लाउज, की ब्लाउज रनिंग मटेरियल है तो ओके रहता है, नहीं तो कम रेट के चलते डिफरेंट मटेरियल वाला ब्लाउज वाला साड़ी मत. और ये अभी इंस्टा पे ट्रेंड चल रहा है. इंस्टाग्राम ट्रेंडिंग तो एक पूरा हमारा सेक्शन है जहाँ पे पूरा बुटीक कलेक्शन. साड़ी എന്ന് പറയുന്നത് ये देखा ऐसा, ये भी कॉटन बेस पे, मलाई क्रेप कॉटन पे ऐसा एलिफेंट प्रिंट का डिजाइन आता है. എലിഫന്റിന്റെ തീം എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമാവരി, നമ്മുടെ नेमावरी स्पेशल, എലിഫന്റ് തീം बोलेगा तो नेमावरी नेमावरी आता है. वाइट बेस पे चाहिए, टसर फैब्रिक पे चाहिए. ഇത് ടെസറിലാണ്, ഇത് ടെസർ ഫാബ്രിക്കിൽ വരുന്ന ഒരു സാരിയാണിത്. ओके, ഒരു കോൺട്രാസ്റ്റ് അല്ലേ? कॉन्ट्रास्ट. ये देखिए, ये व्हाइट के साथ व्हाइट कॉमन पे व्हाइट हाउस कलेक्शन जो बोलते हैं, उस टाइप से कलेक्शन ബോർഡർലെസ് आने वाला है. പോലെയുള്ള കളക്ഷൻ. ये रिको जरी सारीस, ഇത് റിക്കോ ജെറി സാരിയാണ്. നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഉള്ളതാണ്. ഈ ഫാബ്രിക് കോൺസെപ്റ്റ് ഡോളാവേ, डोला पे रिको जरी रहने वाला है इस टाइप ओके. से. ആ ലൈൻ ലൈൻ ആ ജെറി പോണില്ല, അതിനാണ് ഈ പറയണത് അല്ലേ? ഗോൾഡൻ ജെറി എന്നാണ് ഗോൾഡൻ. महेश्वरी कॉटन. ഇതാണ് മഹേശ്വരി കോട്ടൺ എന്ന് കേരളത്തിൽ പറയുന്ന സാധനം. മഹേശ്വരി ഇത് ഭയങ്കര സോഫ്റ്റ്. ഭയങ്കര സോഫ്റ്റ്. सुपर सॉफ्ट, सुपर, मतलब शोरूम रखना है या घर से सेल करना है, जैसे भी बिजनेस करना है, आप बेझिझक नेमावरी सिल्क मिल से जुड़ के घर बैठे बैठे ऑनलाइन ऑफलाइन ऑर्डर कर सकते നല്ല സോഫ്റ്റ് ആയിട്ട് मतलब पहनने में भी ऐसा अच्छा लगता अच्छा है, कुछ अच्छा collection पहन देखिए. रहे हैं हम लोग. हैं. ये देखिए नेक्स्ट यहाँ पे मंगलगिरी सिल्क साड़ी. മംഗൽഗിരി. ये देखिए ഏതൊക്കെ ഗിരി ഉണ്ട്. मतलब बहुत अच्छा अच्छा है. ദാ ഇത് കോൺട്രാസ്റ്റിലാ വരുന്നത് കേട്ടോ. നല്ല പ്രിന്റോട് കൂടിയിട്ട് വിത്ത് ബ്ലൗസ് ഇതാണ് വരുന്നത്. फैब्रिक हाथ लगाओ खाली, ഇങ്ങനെ പോയി ദിക്ത मतलब എങ്ങനെയാണ് വെറുതെ പിടിക്കുമ്പോ തന്നെ നമുക്ക് ആ ഒരു ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. फीलिंग किട്ടും. मतलब पकड़ने से मतलब देखने से पता चलता है कितना सॉफ्ट फैब्रिक है करके. विद पल्लू, ये पल्लू आएगा इसका. ഇത് പല്ലു. और ये जो बॉर्डर है, इसको विस्कोस वाला बॉर्डर है. उल्टा दिखाया है अभी, ഉൾട്ടാ ദിഖായ. ये देखो, the viscose border and with ജെറിയുടെ ബോർഡർ വരുന്നത് അല്ലേ? ഓക്കെ. जी. ഇതിലും ഉണ്ട് ആനര. ഇതിലൊക്കെ കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ആവില്ല ചിലപ്പോ ഇനി ഒരാഴ്ച രണ്ടാഴ്ച. ഒട്ടകം അങ്ങനെ എന്താ വേണമെങ്കിലും സൂറത്തിൽ നിന്ന് നമ്മുടെ നിയമാവരി മാത്രമേ കിട്ടൂ. പിന്നെ അതല്ല ഇപ്പൊ ഈ കാണിച്ചതൊന്നും ആവില്ല ചിലപ്പോ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ വേറെ 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 ഡിസൈൻ. देखिए डिजाइन साड़ी कलेक्शन बहुत सारा है, इधर ही नहीं पूरे सूरत में बहुत सारा देखिए कलेक्शन मिलता है. बट हमारा, आप केरला से आ रहे हैं तो एक मैसेज है मेरा कि आप इधर से ले नहीं ले, हमारी ये अश्योरिटी रहती है, आपको कोई भी कंफ्यूजन है, कोई भी डाउट है, आप बेझिझक कॉल कीजिए, क्योंकि एज अ सूरत रिप्रेजेंटेटिव, सूरत का नेटिव, मेरा रिस्पॉन्सिबिलिटी है कि आप अगर केरला से आ रहे हैं, आपके साथ फ्रॉड नहीं होना चाहिए, और उसके लिए मैं और प्रिंस भाई आपके साथ हमेशा साथ में. സൂറത്തിൽ വരുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി പോവാല്ലേ നിങ്ങൾ മേടിക്കോ അല്ല സൂറത്തിൽ വരുവാണെങ്കിൽ ധൈര്യമായിട്ട് ഒന്ന് കയറുക. പക്ഷേ സൂറത്തിൽ ഫ്രോഡ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഈ അടുത്ത കാലത്ത് തന്നെ സൂറത്തിൽ ഒരുപാട് फ्रॉड होता है. और प्रिंस भाई की एक स्टोरी बताता हूँ कि एक कस्टमर थे, हमसे नहीं लिया था,
कहीं और से लिए उन्होंने 14,000 या ऐसे नहीं 18,000 का माल ऐसे नहीं ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു ഒരു ഫാദറാണ് സോറി അത് പറയാം അത് നമ്മുടെ ഐഡന്റിഫൈ അത് പുള്ളിക്ക് പറയണ്ട ഒരു 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 നമ്മളെ അറിയുന്ന ഏറ്റവും അടുത്തൊരു എന്നെ അറിയുന്ന ഒരു വ്യക്തിത്വമാണ് പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് എടുത്തു 35,000 രൂപയുടെ സാധനം ഏകദേശം 35,000-40,000 രൂപയുടെ സാധനം ഏകദേശം എടുത്തതിന് ശേഷം പുള്ളി ഇവിടെ അടുത്തുള്ളൊരു ഒരിടത്തു നിന്ന് നൈറ്റി വേണമായിരുന്നു നൈറ്റി എടുത്തു പുള്ളി അതിൻ്റെ എമൗണ്ട് അതിൻ്റെ 16,200 രൂപ ഫെഡറൽ ബാങ്കിൽ അയച്ചു കൊടുത്തു ഫെഡറൽ ബാങ്കിൽ മുഖേന അവർക്ക് അയച്ചു കൊടുത്തു അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എനിക്ക് അയച്ചു തന്നു അയച്ചു തന്നതിന് ശേഷം ആ സാധനം വീട്ടിൽ ചെന്നൊരു കീറിയ ഷർട്ടാണ് एक ഷർട്ട് മില ഒരു ഫട്ടാവ ഷർട്ട് ഒരു കീറിയ ഒരു ഷർട്ടാണ് വീട്ടിൽ ചെന്നത് 16,200 ഇവിടെ അടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ നിന്നാണ് ചെന്നത് ഇങ്ങനെ ഞാനാണ് ചെന്ന് അതിനെ ചെന്ന് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ആ കടയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് വന്നു ഞങ്ങളത് ഇവിടുത്തെ ഒരിടത്ത് കൊണ്ടുപോയി അതിന്റെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാന്നുള്ള രീതിയിൽ അതിനും ഞങ്ങൾ ചെയ്തു और पूरा प्रिंस भाई ने हेल्प किया था उनका जो यहाँ पे एसोसिएशन है उस पे जाके कंप्लेन किया लेटर किया खुद मतलब उस कस्टमर के लिए हमसे नहीं लिया फिर भी पूरा उसके लिए करे और उसको पैसा रिफंड करा हमसे ले लिया हाँ अभी लेना चालू कर दिया बट चाहे आप ले नहीं ले बट उसका मैं गारंटी देता हूँ कि अगर आपके साथ फ्रॉड चीटिंग होता है तो भी കാര്യം പറഞ്ഞപ്പോഴാണ് മലയാളി സമാജ് ആകെ ഓക്കെ കേരള സമാജത്തിൽ ഞാനൊരു മെമ്പറാണ് അപ്പോൾ ഇവിടുത്തെ സൂററ്റ് കേരള സമാജമായിട്ട് ബന്ധപ്പെട്ടും ഞാൻ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനൊന്നും യാതൊന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് ഇവിടെ വരാം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം ഇനി നിങ്ങൾ എടുത്തില്ലെങ്കിൽ തന്നെ എന്നോട് ഒരുപാട് പേര് നമ്മൾ എടുക്കാനല്ല പ്രിൻസ് ഭായി ഹലോ പ്രിൻസ് ഭായി ആണോ ഷെൽമിയുടെ വീഡിയോ കണ്ട് വിളിച്ചതാണ് അല്ലല്ല പ്രിൻസ് ഭായി ആണോ ഷെൽമിയുടെ വീഡിയോ കണ്ട് വിളിച്ചതാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ചോദിക്കും ഈ ഹോട്ടൽ എവിടെ ഉണ്ട് ഹോട്ടൽ പറയും ഇന്ന ഹോട്ടലുണ്ട് എല്ലാം പറയും എന്നാൽ ഞാൻ പറയും രാവിലെ 9 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടും പിന്നെ കാണത്തില്ല അങ്ങനെയുള്ള മലയാളികളുണ്ട് ഇല്ലെന്നല്ല അങ്ങനെയുള്ള മലയാളികളുണ്ട് ഒരുപാട് പേര് അങ്ങനെ ഉണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ വീഡിയോ ചെയ്തിട്ട് എനിക്ക് ഒരു 2-3 ആൾക്കാരുടെ കോള് വന്നിരുന്നു എന്നുവെച്ചാൽ പ്രിൻസിപ്പൽ ഫ്രോഡാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞ സാധനങ്ങളൊന്നും അയച്ചു തന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ പേരിൽ കേസ് കൊടുക്കും എന്ന് പറഞ്ഞു ഞാൻ വ്യക്തിയുടെ പേര് പറയുന്നില്ല എൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നു പറഞ്ഞു പ്രിൻസിപ്പലിൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നു പറഞ്ഞു കടയുടെ പേരിൽ കേസ് കൊടുക്കുന്നു പറഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് നിങ്ങൾ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കില്ല ഇങ്ങനെ ചെയ്യിക്കില്ല പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളാം പറഞ്ഞു കാരണം നമ്മൾ ജെന്യൂൻ ആണ് നമ്മൾ ജെന്യൂൻ ആയിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ നമ്പർ ജെന്യൂൻ ആയിട്ട് ഞാൻ ലൈവ് ഓപ്പൺ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്രോഡുള്ള ആളാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഞാൻ ഒരിക്കലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞൊക്കെ കഴിഞ്ഞ ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഓർഡർ കൊടുത്തു ഇല്ലേ 2 ദിവസം 2 दिन के बाद फिर भी मैं वो एक अपना वो इशू था वो बता रहे थे ये सब होने के बाद फिर से उसने ऑर्डर दिया कि नहीं देखिए क्योंकि सबसे बड़ा ऑर्डर किया था और रीजन क्या था प्रोडक्ट जो ताकत प्रोडक्ट में होती है वो ना सर्विस में होती है ना कोई एक्स्ट्रा कूपन देने से डिस्काउंट देने से कभी भी कस्टमर फैशन वर्ल्ड में ये सब एक्स्ट्रा है अगर ये बोलता है ना तो फिर आप बेझिझक धंधा करो आपको कुछ और करने का जरूरत नहीं है ചുരുക്കം പറഞ്ഞു വരണമെന്ന് വെച്ചാൽ ഇത്രയൊക്കെ പറഞ്ഞു നമ്മുടെ പേരിൽ കേസ് കൊടുക്കാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എല്ലാം ഒന്നും നമ്മളൊന്നും പെർഫെക്റ്റ് ആയിട്ടൊന്നും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല ഒരു 1-2 മിസ്റ്റേക്ക് നമുക്ക് വന്നെന്ന് പറഞ്ഞ് നമ്മളത് റീപ്ലേസ് ചെയ്യാനും നമ്മൾ തയ്യാറാണ് നമുക്ക് സപ്പോർട്ട് ഉണ്ട് നമുക്ക് ഇതെന്റെ സ്വന്തം ബ്രദറാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ പുള്ളി ആ രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്യാൻ ഒരുപാട് തയ്യാറാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ യാതൊരു വിധമായ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എന്താണ് വേണ്ടത് ഓക്കെ റിട്ടേൺ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് അവിടെ വരുന്നത് ഏതാ പിന്നെ നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ये ले लो वो ले ले इधर ले लो उधर ഇതെല്ലാം കൊണ്ടുപോയിട്ട് मैं मतलब इन शॉर्ट बोलना चाह रही हूँ कि इतना सब इशू होने के बावजूद भी 2 दिन के बाद फिर से वो ऑर्डर कर रहे हैं तो हमारे नाम पे केस भी करेंगे ये करेंगे वो करें फिर से ऑर्डर करने का मतलब क्या हुआ नेमारी का प्रोडक्ट सुपर क्वालिटी बोले क्वालिटी इससे ज्यादा मैं क्या बोलूं चलो दूसरा दिखा देखो वैरायटी तो अभी जैसे आज वीडियो में 1% भी कवर नहीं हुआ कुछ भी नहीं हुआ ये भाई मैसेज ज्यादा दिखा देगी डिजिटल प्रिंट का कलेक्शन है अभी स्पेशल वर्क सारीज ये देख सकते हैं हैंड वर्क का सिरोस्की वर्क का कलेक्शन ये देखिए सब ये देखिए ये इसको बोलते हैं नेल पॉलिश हैंड वर्क पूरा इस पे पॉलिश होता है ऐसा रेनबो डिजाइन रहता है इस टाइप से ये देखो ये टिश्यू कलेक्शन
पूरा मलबरी टिश्यू വർക്ക് നല്ല ഭംഗി डिजिटल प्रिंट आएगा पूरा इस पे कैटलॉग ഡിജിറ്റൽ आइटम പ്രിന്റ് ആണ്, ടിഷ്യൂലിനകത്ത് ഉള്ളതാണ് കേട്ടോ. ഓക്കെ അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ബാക്കിൽ ഇരിക്കണത് ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല, ഇതൊക്കെ ഫാൻസിയിൽ വരുന്നതല്ലേ हाँ ഫുള്ള് सब सेक्शन वाइज डिवाइडेड है कॉटन सिल्क महेश्वरी ये सब हैंडवर्क कलेक्शन അപ്പൊ ഒരു കസ്റ്റമർ വരാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്ന് വിരിച്ചിട്ട് കാണിക്കും, നമ്മളിങ്ങനെ സുഖമായിട്ട് ഇരുന്ന് കാണാം. അതുപോലത്തെ കളക്ഷൻസ് ഒക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ ഇരിക്കണത് മൊത്തം കാണിച്ചിട്ടില്ല. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ എന്താ वो ഇരിക്കുന്നത്? महेश्वरी का वो एक बार दिखा दो, वो एक बार. प्रिंस भाई का फेवरेट ഓ ये वाला नहीं नहीं उसको ऊपर, उसको ऊपर जो पत्ता वो, हाँ यस वो. महेश्वरी कॉटन മഹേശ്വരി इस टाइप से और विथ फैंसी इनका soft नायलॉन कलर विस्कोस का ब्लाउज सुपर सॉफ्ट. सुपर सॉफ्ट हर एक साड़ी 100% वॉशेबल कलर क्वालिटी वेराइटी की गारंटी वो भी दिखा. नेमावारी मैसूर सिल्क नहीं नहीं नीचे वाला वीडियो देखा देखा, हाँ यस. ये देख പൊട്ടിച്ച് തന്നെ കാണിച്ചു ऐसा बहुत सारा है ऐसा सब कलेक्शन साड़ियों में बहुत सारा है अभी तो प्रिंस भाई कांचीपुरम बाकी ആ ഇനി ചിലവർ പറയും ഇവിടെ വന്നിട്ട് ഓ കേരളത്തിന്റെ കളക്ഷൻസ് ഒന്നുമില്ല, ഇത്രയും പിന്നെ കാണിച്ച് നമ്മൾ കേരളത്തിന്റെ ഈ ഉടുത്തിരിക്കുന്നത് കേരളത്തിന്റെ കളക്ഷൻസ് ആണ്. കേരളത്തിന്റെ കളക്ഷൻസ് കിട്ടുന്ന എനിക്ക് തോന്നുന്നു നേമവാരി മാത്രമേ ഉള്ളൂ. അതുതന്നെ ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു കേരളമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് കേട്ടോ. പുള്ളിയുടെ ബാല്യകാലം മുതൽ കേരളമായിട്ട് ടച്ച് ചെയ്ത വ്യക്തി. അത് പിന്നെ പറയാം, ആ സസ്പെൻസ് ഒക്കെ നമുക്ക് പിന്നെ പൊട്ടിക്കാം. ഓക്കെ, അതൊരു സസ്പെൻസ് ഉണ്ട്. പുള്ളിയെ പഠിപ്പിച്ചത് വരെ കേരള അധ്യാപകന്മാരാണ്. അപ്പൊ ആ ഒരു കേരളമായിട്ടൊരു ടച്ച് എപ്പോഴും ഉണ്ടാവേണ്ടത് തന്നെ കേരള ടേസ്റ്റ് ആണ് പുള്ളി ഇവിടെ കൊണ്ടുവരുന്നത് മൊത്തം. ഓ അങ്ങനെ ഒരു സംഭവം. ഓക്കെ, എന്ന് വെച്ച് മറ്റുള്ള ടേസ്റ്റ് ഇല്ലെന്നല്ല, UP ടേസ്റ്റ് ഉണ്ട്, രാജസ്ഥാനി ടേസ്റ്റ് ഉണ്ട്, പിന്നെ മാർവാടി, അങ്ങനെ എല്ലാ ടേസ്റ്റും കൂടെ കിട്ടുന്നതാണ്. അല്ലാതെ യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഏറ്റവും എന്തായിരിക്കണത് മുകളിലുള്ളത് കുർത്തീസ് ഉണ്ട്, 2 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്, കോട്ട് സെറ്റ് ഉണ്ട്, 3 പീസിന്റെ മെറ്റീരിയൽ ഉണ്ട്. ഞാൻ ചുരിദാറിന്റെ മെറ്റീരിയൽ പറയാൻ സാരി മാത്രല്ല ഇതൊക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വരുന്നത്? ये सारा दरवाजा लैंडमार्क पड़ता है लेजेंड टेक्सटाइल मार्केट है शॉप नंबर 1067 नेमावरी सिल्क मिल्स കറച്ച് ആ പറഞ്ഞത് തന്നെ. ഇനി അത് നമ്മൾ അവനെപ്പുറം ഒന്നും പറയല്ല. പിക്കപ്പ് ഡ്രോപ്പിന്റെ പിക്കറ്റ് ഡ്രോപ്പ് ഉണ്ടല്ലോ, നമ്മൾ എന്നെ വിളിച്ചാൽ മതി. എന്നെ വിളിച്ചാൽ ഞാൻ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് വിഷയമൊന്നുമില്ല, എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് വീഡിയോ കോൾ മീൻസ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാം. അതുപോലെ സൺഡേ ഇല്ല, ബാക്കിയുള്ള ദിവസമൊക്കെ ഉണ്ട്. സൺഡേ ഇല്ലെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. സൺഡേ വേണോന്ന് ആവശ്യമുള്ളവർ എന്നെ വിളിച്ചാൽ മതി. വിളിച്ചിട്ട് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ വിളിച്ചാൽ വരുന്നതായിരിക്കും. ഓക്കെ, അവർക്ക് कैश ऑन डिलीवरी फैसिलिटी भी है ക്യാഷ് ഓൺ ഡെലിവറി അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. ഇത്ര ശതമാനം അങ്ങോട്ട് പേ ചെയ്ത് 30% പേ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് കഴിഞ്ഞിട്ട് പിന്നെ പേ ചെയ്താൽ മതി. പിന്നെ ബാക്കി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് തരും, നോ ഇഷ്യൂ. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നേമാവാരി सिल्क मिल्स അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.